ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വീടുകളിൽ ചെന്ന് പറയേണ്ടത് എന്തുകൊണ്ട് BJP വരണം. അത് ഞാനല്ല പറയേണ്ടത്. എന്തുകൊണ്ട് BJPക്ക് ഒരവസരം തരണം എന്നാണ് നമ്മുടെ അഭ്യർത്ഥനയിലൂടെ, നമ്മുടെ മാനിഫെസ്റ്റോകളിലൂടെ നമ്മൾ ആളുകളെ അറിയിക്കാൻ പരിശ്രമിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെന്റ് ഈ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിന് സാരഥ്യം വഹിക്കാൻ വന്നപ്പോൾ രാജ്യവ്യാപകമായി നമുക്കെതിരെ ഉയർന്ന പ്രതിഷേധവും അവഗണനയും വിവിധങ്ങളായ കോണുകളിൽ നിന്ന് BJPയുടെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റ് എങ്ങനെയാണ് 5 വർഷക്കാലം തികയ്ക്കാൻ പോകുന്നത് എന്നായിരുന്നു. എന്നാൽ ഒരിക്കലും ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി യോഗം കൂടിയിട്ടല്ല ശ്രീമാൻ നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യനെ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി കാണാൻ ജനം ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ ഈ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAക്ക് ഒരു സർക്കാർ ഉണ്ടായി കാണണം എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചില പാർലമെന്റുകളിൽ 28%, ചില സ്ഥലത്ത് 27%, മറ്റൊരു സ്ഥലത്ത് 29%, അതുപോലെ തന്നെ കേരള വ്യാപകമായി 20% വോട്ടുകൾ കിട്ടിയിട്ടുള്ള ഒരു വലിയ പാർട്ടിയാണ് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി. ആ പാർട്ടിയിലെ കരുത്തരായിട്ടുള്ള സംഘാടകരും പ്രവർത്തകരുമാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രത്യേകത എന്താണ്? നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊരു മാതൃസംഘടനയുണ്ട്. എന്തിനാണ് മാതൃസംഘടന? ഞാൻ ഉൾപ്പെടെ ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്ക് വീഴ്ച പറ്റിയാൽ, ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെ വാക്കുകളിലോ പ്രവൃത്തികളിലോ തെറ്റുപറ്റിയാൽ മാതൃസംഘടന നമ്മെ വിളിച്ച് തിരുത്തും. അതിനുള്ള അവകാശമുള്ള മാതൃസംഘടനയുടെ തണലുള്ള ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ന് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പാർട്ടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, വിജയിക്കുക എന്നുള്ളത് മാത്രമല്ല. ഈ സംഘടനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭാരതം എന്ന് പറയുന്ന ഈ രാഷ്ട്രത്തിന്റെ ചിതി എന്ന് പറഞ്ഞാൽ ആത്മാവിനെ കാത്തു സംരക്ഷിക്കുന്നവരുടെ കൂട്ടായ്മയാണ് നമ്മുടെ പ്രസ്ഥാനം. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞ 10-30 വർഷക്കാലമായിട്ട് നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ശോഭയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിൽ MLA ആയി ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നതിനേക്കാൾ പ്രൗഢി എന്ന് പറയുന്നത്. ഈ പാർട്ടിയുടെ അഖിലേന്ത്യാ തലത്തിൽ ഒരിക്കലും ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു വളർന്ന് സാധാരണ ഒരു കൂലിപ്പണിക്കാരന്റെ മകളായി ജനിച്ച എനിക്ക് ഇന്ന് ദേശീയ തലത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൈകളിൽ ഒന്ന് തൊടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഹോം മിനിസ്റ്റർ അമിത്ഷാജിയോടൊപ്പം ഒരു മീറ്റിംഗിൽ ഇരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുള്ളൂ, അത് ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്നുള്ളതാണ്. ഇന്ന് നമുക്കറിയാം, ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഒരു MLA, അതായത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരു MLA ഒരു ബൂത്ത് പ്രസിഡന്റിനെ പോലെ ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ വന്ന് താമസിച്ച് നമ്മുടെ പ്രവർത്തനത്തെ നിരീക്ഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് ശ്രീമാൻ മഹേഷ് എന്നാണ്. ആ ഹുബ്ലിയിലെ MLA അദ്ദേഹം പറയുന്നത്, എനിക്ക് കുറച്ചുകൂടി മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ പ്രവർത്തകരെ പരിചയപ്പെടാൻ സാധിക്കേണ്ടതായിരുന്നു എന്നാണ്. അദ്ദേഹം പറയുകയാണ്, കേരളം എന്ന് പറയുന്നത് ബലിദാനികളുടെ നാടാണ്. അതായത് ബലിദാനികളെ സൃഷ്ടിച്ചിട്ടുള്ള, വെറുതെ ഉണ്ടായതല്ല, ഒരു അതിർത്തി തർക്കത്തിന്റെ പേരിലല്ല, ഏതെങ്കിലും ഒരു വീട്ടുവഴക്കിന്റെ പേരിലല്ല, നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി കൊടിപിടിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് നമ്മുടെ പാർട്ടിയിൽ അല്ലെങ്കിൽ നമ്മുടെ സംഘപരിവാർ പ്രസ്ഥാനത്തിനകത്ത് ഇന്ന് പാലക്കാടിലെ സ്വർഗീയനായിട്ടുള്ള ശ്രീനിവാസൻ ജിയെ പോലും നെഞ്ചുരുകുന്ന വേദനയോട് കൂടിയിട്ട് ഞാനും നിങ്ങളും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇന്നും അയവിറക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയെ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. ആ സഹോദരി എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞ ആ വാക്കുകൾ പ്രാവർത്തികമാക്കാൻ എനിക്ക് അവസരം കിട്ടി. ഞാൻ MLA ആയാൽ പാലക്കാടിലെ മുഴുവൻ അമ്മമാരുടെയും പെൺകുട്ടികളുടെയും ആശ്രയ കേന്ദ്രമായിരിക്കും നമ്മുടെ MLA
MLA ഓഫീസ് എന്ന് ആ സ്ത്രീക്ക്, സഹോദരിക്ക് വാക്കു കൊടുത്തുകൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ മുന്നിൽ നിൽക്കുന്നത്. എത്രയോ പെൺകുട്ടികൾ വഴിയരികിൽ നമ്മളെ കാണാൻ വരികയാണ്. അതിൽ കോൺഗ്രസുകാരുടെ മക്കളുണ്ട്, മാർക്സിസ്റ്റുകാരുടെ മക്കളുണ്ട്, രാഷ്ട്രീയമില്ലാത്തവരുടെ കുട്ടികളുണ്ട്, BJPയുടെയും സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെയും ആളുകളുണ്ട്. എന്തുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ടുള്ള MLAക്ക് എന്തുകൊണ്ടാണ് കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിക്കാൻ വീട് വീടാന്തരം കയറാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് 47 വർഷക്കാലം ഈ പാലക്കാടിന്റെ MLA ആയിരുന്നത് UDFന്റെ പ്രതിനിധിയാണ്? 20 വർഷത്തിലധികം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അവസരം കൊടുത്തതാണ് പാലക്കാടിലെ ജനത. എന്നിട്ട് ഈ രണ്ട് മുന്നണികളും അധികാരം കിട്ടിയപ്പോൾ എന്താണ് പാലക്കാടിന് സമ്മാനമായി നൽകിയത്? മറ്റു പല ജില്ലകളിലും വികസനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ വികസിക്കുന്നു? ഫ്ലക്സ് ബോർഡ് വെച്ചതുപോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം കൊണ്ടല്ല. എന്താണ്? കൊച്ചിയിൽ അവിടെ അന്തർവാഹിനി കപ്പൽ ഉണ്ടാക്കിയാണ് നമ്മുടെ ചെറുപ്പക്കാർ. അവർ അവിടെ അന്തർവാഹിനി കപ്പൽ ഉണ്ടാക്കുമ്പോൾ ആ കപ്പൽ നീറ്റണിയിക്കാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രൗഢോജ്വലനായിട്ടുള്ള ലീഡർ ശ്രീമാൻ നരേന്ദ്രമോദി വരുമ്പോൾ സംസ്ഥാനത്തിന്റെ പ്രൗഢി കൊണ്ടല്ല, പക്ഷേ ഫ്ലക്സ് ബോർഡുകളിൽ എഴുതി വെക്കുന്നത് അന്തർവാഹിനി കപ്പൽ നിർമ്മിച്ചാലും ഒരു മിഠായി കട തുടങ്ങിയാലും അതിന്റെ ഗ്യാരണ്ടി പിണറായിയാണ്, കേരള മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞ് മുഴുനീളൻ ബോർഡ് വെക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. കാരണം എന്താണ്? രാജ്യസ്നേഹിയായ ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുകയാണ്. ദുർവ്യയത്തിലൂടെ, തെറ്റുകളിലൂടെ ഈ കേരളത്തിന്റെ സാമ്പത്തിക മേഖല അധപ്പതനത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഒരിഞ്ചു പോലും കേരളത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ, ട്രഷറി സ്തംഭനാവസ്ഥയിലായപ്പോൾ ഇവിടെ നിന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി വിളിച്ചത് KV തോമസ് മാഷെയാണ്. ആരാണ് ശ്രീമാൻ KV തോമസ്? KV തോമസ് മാഷ് 1/2 ഡസൻ കോൺഗ്രസിന്റെ കേന്ദ്രമന്ത്രിമാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളാണ്. കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്തപ്പോ 6 കേന്ദ്രമന്ത്രിമാർ കോൺഗ്രസിനുണ്ടായിട്ട് 27 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു കേരളത്തിൽ കൊല്ലത്തൊരു ബൈപ്പാസ് തുറക്കാൻ എന്നുള്ളതാണ്. എന്നാൽ ഒരു കേന്ദ്രമന്ത്രിയും ഉണ്ടായിട്ടല്ല 96% പണവും ഞാനാണ് തന്നത് മിസ്റ്റർ പിണറായി വിജയൻ എന്ന് നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി സംസാരിച്ച ഒരു മീറ്റിംഗ് എന്റെയും നിങ്ങളുടെയും മുന്നിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ ഞാനും നിങ്ങളും കണ്ടതാണ്. 4% മാത്രം റോഡിന് വേണ്ടി പണം കൊടുത്തുകൊണ്ട് നഗലിക്കുന്ന ഒരു ഗവൺമെന്റ്. എന്നാൽ കേരളത്തിന്റെ പ്രതിപക്ഷമോ? കേരളത്തിന്റെ പ്രതിപക്ഷം പറയണ്ടേ, ഇത്ര കണ്ട് ഒരു ഭരണകൂടം NDA ഗവൺമെന്റ് രാജ്യവ്യാപകമായി സംസ്ഥാനങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എവിടെയാണ് ഈ കോടികളുടെ കണക്ക് എന്ന് ചോദിക്കാൻ ആർജവമില്ലാത്ത, തന്റേടമില്ലാത്ത, ഇവിടുത്തെ സാധാരണക്കാരനോട് നീതി പുലർത്താൻ സാധിക്കാത്ത ഒരു പ്രതിപക്ഷമാണ് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്തിരിക്കുന്നത്. അവിടെയാണ് ഭാരതീയ ജനതാ പാർട്ടി ആ നിയമസഭയ്ക്കകത്ത് പോകേണ്ടതിന്റെ ആവശ്യം. ശോഭയ്ക്ക് വേണ്ടിയിട്ടല്ല, പാലക്കാടിന് വേണ്ടിയിട്ടല്ല. ഇവിടെ നിന്ന് കേരളത്തിൽ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി, ടെക്നോളജിസ്റ്റുകൾക്ക് വേണ്ടി. ഇവിടെ ചന്ദ്രനിൽ പോയി പൊട്ടുകുത്തുന്ന ശാസ്ത്രജ്ഞനെയും പാടത്ത് 24 മണിക്കൂറും ഉഴുതുമറിച്ചുകൊണ്ട് തന്റെ ശരീരത്തിലും തന്റെ വസ്ത്രത്തിലും ചെളിയും ചേറും നിറഞ്ഞുകൊണ്ട് വീടിനകത്തേക്ക് കയറി വരുമ്പോൾ വിവാഹപ്രായമെത്തി നിൽക്കുന്ന പെൺകുട്ടിക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ ഗതിയില്ലാത്ത പാവപ്പെട്ട അച്ഛന്റെയും അമ്മയുടെയും മുഖം ഈ കേരളത്തിൽ കാണുന്ന സമയത്ത് ആ നെൽകർഷകന്റെ ആത്മാഭിമാനത്തെ പണയം വെച്ചുകൊണ്ട് നിങ്ങൾ മരിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾ നെല്ലിന് വില തന്ന് സംഭരിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്ന ധിക്കാരപരമായ സമീപനം കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് തീരുമാനമെടുക്കുമ്പോൾ ആന്ധ്രയിൽ പോയി അരി വാങ്ങിയിട്ട് പണം കൊടുത്ത് അതിൽ കമ്മീഷൻ അടിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ കാവൽക്കാരായിട്ട് ഇവർ നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ മാറ്റം വേണ്ടേ എന്നുള്ള ചോദ്യം അത് പാലക്കാട് ചോദിക്കും, അത് മലമ്പുഴയിലും ചോദിക്കും, അത് കേരളത്തിൽ വ്യാപകമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ചർച്ച ചെയ്യപ്പെടും. ഇന്നലെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു, എന്താണ്? കോൺഗ്രസിന്റെ അധ്യക്ഷൻ ശ്രീമാൻ VD സതീശൻ പറഞ്ഞു പാലക്കാട് ഒരു ഡീലാണ് നടക്കുന്നത്. അപ്പൊ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഉറപ്പു വന്നതുകൊണ്ട്, അതിന്റെ ഭയപ്പാട് കൊണ്ടാണ് ശ്രീമാൻ VD സതീശൻ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുള്ളത് എന്ന് തത്സമയം കേരളത്തിന്റെ സംസ്ഥാന പ്രസിഡന്റിന്, ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിന് മറുപടി കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു ഡീൽ നമ്മൾ പാലക്കാട് വെച്ചിട്ടുണ്ട്. ആ ഡീൽ പൂർത്തീകരിക്കാൻ
തന്റേടികളായിട്ടുള്ള ഇവിടെ ഇരിക്കുന്ന മുഴുവൻ എന്റെ സഹോദരി സഹോദരന്മാരും ആ ഡീൽ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എന്താണ് ആ ഡീൽ? ആ ഡീൽ എന്ന് പറയുന്നത് കോൺഗ്രസിലെ നല്ലവരായ മുഴുവൻ ആളുകളുടെയും വീടുകളിൽ നമ്മൾ നമ്മുടെ മാനിഫെസ്റ്റോയുമായി പ്രകടന പത്രികയുമായി കയറണം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കുടുംബങ്ങളിൽ കയറണം. അവിടെ ചെന്നിട്ട് ചോദിക്കണം, നിങ്ങളുടെ മക്കൾ ഇവിടുത്തെ മയക്കുമരുന്ന് മാഫിയക്കെതിരെ പ്രതികരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്കൊരു ആഭ്യന്തര വകുപ്പ് മന്ത്രി വേണം എന്ന് പറയാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ വീടുകളിൽ കയറണം. 48 മണിക്കൂർ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കസേര കിട്ടിയാൽ സ്വർണം കെട്ടവനെ ഇരുമ്പടിക്കുള്ളിൽ പൂട്ടുമെന്ന് പ്രഖ്യാപിക്കാൻ, ഇവിടെ ഒരു ഭരണകൂടത്തെ സൃഷ്ടിക്കാൻ ഞങ്ങളുണ്ട് എന്ന് വീടുകളിൽ കയറി ഇറങ്ങിക്കൊണ്ട് പറയാൻ ബിജെപിക്ക് മന്ത്രിമാരുണ്ടാകണം. അതിന് എൻഡിഎക്ക് ഒരു മുഖ്യമന്ത്രി ഉണ്ടാകണം. ഒന്നും കണ്ടാൽ മനസ്സിലാക്കാത്ത ആളല്ല ശ്രീമാൻ അമിത്ഷാജി. തിരുവനന്തപുരത്ത് വലിയ ഒരു കെട്ടിടം, ഭാരതീയ ജനതാ പാർട്ടിയുടെ കെട്ടിടത്തിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ദിവസം രാവിലെ നമ്മുടെ കേന്ദ്രത്തിലെ രാഷ്ട്രീയ ചാണക്യനായിട്ടുള്ള ശ്രീമാൻ അമിത്ഷാജി ചോദിച്ച ചോദ്യം എന്താണെന്ന് അറിയുമോ? 2.5% മാത്രം വോട്ടുള്ള ത്രിപുരയിൽ അവിടെ മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കാൻ ആ ത്രിപുരയ്ക്ക് സാധിച്ചുവെങ്കിൽ, പശ്ചിമ ബംഗാളിൽ അതിപ്രഗത്ഭമായിട്ടുള്ള രൂപരേഖയിലൂടെ അവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നേറാൻ സാധിക്കുന്നുവെങ്കിൽ, മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയും രാജസ്ഥാന്റെ മുഖ്യമന്ത്രിയും ഹരിയാനയുടെ മുഖ്യമന്ത്രിയും ഡൽഹിയുടെ മുഖ്യമന്ത്രിയും 16 സംസ്ഥാനങ്ങളിൽ താമര ചിഹ്നത്തിൽ ഒറ്റയ്ക്ക് ജനങ്ങളുടെ വോട്ടും നേടിയെടുത്തുകൊണ്ട് ഏറ്റവും വലിയ പാർട്ടിയായി ഇന്ത്യയിലെ 16 സംസ്ഥാനങ്ങൾ ഭരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, 20%-ലധികം വോട്ടുള്ള കേരളത്തിൽ നമുക്ക് മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കണം. ഏതാണ് മുഖ്യമന്ത്രിക്ക് ഇരിക്കാനുള്ള റൂം എന്ന് എനിക്ക് കാണിച്ചു തരുമെന്നാണ് ഈ രാജ്യത്തിന്റെ ഹോം മിനിസ്റ്റർ അമിത്ഷാജി ചോദിച്ചതെങ്കിൽ, ആ ചോദ്യത്തെ പൂവണിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാളുകൾ അത്രയും നമ്മളുടെ പ്രവർത്തനത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ട് ബിജെപിക്ക് ആയിക്കൂടാ? ഈ ചോദ്യം ജനങ്ങളുമായിട്ട് എന്റെ സഹപ്രവർത്തകന്മാർ ചർച്ച ചെയ്യണം. അതിന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ സമയം നിങ്ങൾ കൊടുക്കണം. എനിക്ക് നിങ്ങളോടുള്ള ഒരു അഭ്യർത്ഥന എന്താണെന്നറിയുമോ? നിങ്ങളുടെ ശോഭ കേരളത്തിന്റെ നിയമസഭയിലേക്ക് പോയാൽ, നിങ്ങൾ പറഞ്ഞയച്ചാൽ, ഈ കണ്ണാടിയിൽ MLA കാണാൻ വേണ്ടി മുനിസിപ്പാലിറ്റിയിൽ തുറക്കുന്ന ഓഫീസിലേക്ക് വരേണ്ടി വരില്ല. കണ്ണാടിയിൽ MLAക്ക് ഒരു ഓഫീസ് ഉണ്ടാകും. അത് നിയന്ത്രിക്കാൻ, ജനങ്ങളുടെ പരാതികൾ വാങ്ങാൻ, ജനങ്ങളുടെ പരാതികൾ സോർട്ട് ഔട്ട് ചെയ്യാൻ, അത് അടിയന്തരമായി പരിഹരിക്കാൻ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററുടെ മാതൃകയിൽ 48 മണിക്കൂറിനുള്ളിൽ ആ പരാതിക്ക് പരിഹാരമുണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിൽ ഒരു ജനസഭയായിരിക്കും നിങ്ങളുടെ സഹോദരിയെ നിയന്ത്രിക്കുന്നത്. അതായത് രാഷ്ട്രീയക്കാർ ചിലപ്പോൾ വിചാരിക്കും, എന്താണ് രാഷ്ട്രീയക്കാർക്ക് എല്ലാ കാര്യത്തിലും അറിവുണ്ടാകണമെന്ന് നിർബന്ധമില്ല. അറിവ് എന്ന് പറയുന്നത്, യേശുദാസ് പറഞ്ഞു, വലിയ ഗായകനാണ് അദ്ദേഹം, ഒരു ജീവിതം അദ്ദേഹത്തിന്റെ കഴിയാറായി. അദ്ദേഹം ഒരു മീറ്റിംഗിൽ പറഞ്ഞു, അറിവ് എന്ന് പറയുന്നത് സാഗരം പോലെയാണ്. ആ സാഗരത്തിനകത്ത് നിന്ന് കൈക്കുമ്പളിൽ ഒരു കൈക്കുമ്പളിൽ നിറയെ എടുക്കുന്ന ആ വെള്ളം മാത്രമേ എനിക്ക് സംഗീതത്തിൽ അറിവുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, എനിക്ക് അറിവ് പകരേണ്ട ആളുകൾ ഈ വേദിക്കകത്ത്, വേദിക്കകത്തിരിക്കുന്നുണ്ട്. ഒരു സാർ എന്നോട് പറഞ്ഞു, ഉന്നതമായിട്ടുള്ള ജോലിയിൽ നിന്ന് റിട്ടയർമെന്റ് ചെയ്ത ആളാണ്. കണ്ണാടിയിലെ ഒരു ബൂത്തിൽ അദ്ദേഹം സ്വന്തമായിട്ട് ഒരു റോഡ് നിർമ്മിച്ചു കൊടുത്തുകൊണ്ട് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോൾ ഞാൻ അടുത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ കൂടി ആളുകളോട് പറഞ്ഞു, എന്താണെന്നറിയുമോ, ഞാൻ ശോഭാ സുരേന്ദ്രൻ വിജയിക്കുകയാണെങ്കിൽ 1 രൂപ പോലും ശമ്പളം പറ്റാതെ ശോഭാ സുരേന്ദ്രനോടൊപ്പം 24 മണിക്കൂറും ഒരു ക്ലർക്കിനെ പോലെ ജോലി ചെയ്യുമെന്ന് പറയാൻ ആ സഹോദരന് ആ ബൂത്തിൽ നിന്നുകൊണ്ട് സാധിച്ചു. ISROയുടെ വലിയ ഉന്നതമായിട്ടുള്ള പദവിയിലിരുന്ന, ISROയുടെ ഡയറക്ടർ പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് റിട്ടയർമെന്റ് ചെയ്ത മനുഷ്യൻ പറയുകയാണ്, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് എന്റെ 1 മാസത്തിൽ പകുതി ദിവസവും ഞാൻ പാലക്കാട് ജില്ലയിലായിരിക്കും താമസിക്കുക എന്ന് പറയാൻ ഒരു വലിയ ശാസ്ത്രജ്ഞൻ നമുക്ക് വേണ്ടി തയ്യാറാകുന്നു എന്ന് പറഞ്ഞാൽ അത് ശോഭാ സുരേന്ദ്രന് വേണ്ടിയിട്ടല്ല, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ത്യാഗം ചെയ്ത നിരവധിയായിട്ടുള്ള ആളുകളുടെ കണ്ണീരിന് കണക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. മാത്തൂരിലെയും കണ്ണാടിയിലെയും പിരായിരിയിലെയും ഇവിടുത്തെ കർഷക തൊഴിലാളികളുമായി സംസാരിക്കാൻ, പാടശേഖര സമിതിയുമായിട്ട് സംസാരിക്കാൻ, ചർച്ച ചെയ്യാൻ, അവരുടെ അഭിപ്രായങ്ങൾ സ്വാംശീകരിച്ചെടുക്കാൻ വേണ്ടി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർ ഞാനും നിങ്ങളും അറിയാതെ ഇവിടെ യാത്ര ചെയ്യുകയാണ്. കഴിഞ്ഞ 1 മാസക്കാലമായിട്ട് ഡൽഹിയിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും ഗുജറാത്തിൽ നിന്നുമുള്ള ആളുകൾ ഇവിടെ ആളുകൾക്കിടയിൽ പണിയെടുക്കുകയാണ്. എനിക്ക് നിങ്ങളോടുള്ള ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, നമുക്ക് പാലക്കാടിനെ മാറ്റണം. സുവർണ കോറിഡോറിന്റെ ഭാഗമായി ഈ
കേരളം മാറുമ്പോൾ, കേരളത്തിൽ കേന്ദ്രത്തിന്റെ വികസന പദ്ധതികൾ വരുമ്പോൾ അവിടെ നിയമസഭയിൽ കൊടുത്ത പൈസയുടെ കണക്ക് ചോദിക്കാൻ ശോഭയ്ക്ക് ഒരു അവസരം തരണം എന്ന് അപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അതിന് എല്ലാവരും കൂടുതൽ സമയം സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി നൽകണം എന്ന് പറയാനുള്ള ആധികാരികമായിട്ടുള്ള നിങ്ങളുടെ സഹോദരിയാണ് ഞാൻ. എന്താ കാരണം നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളിൽ ആരെങ്കിലും 10 ദിവസം വീട് വിട്ട് പെട്ടിയും കിടക്കയുമായി സംഘടനാ പ്രവർത്തനത്തിന് പോയിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ഇരിക്കുന്ന അനവധിയായിട്ടുള്ള സഹോദരന്മാരോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പാലക്കാടിൽ ധാരാളം പ്രവർത്തിച്ചിട്ടുണ്ട്, ശരിയാണ്. എന്നാൽ നിങ്ങളുടെ ഭാര്യയെ കാണാൻ, മക്കളെ കാണാൻ നിങ്ങൾ എത്ര ദിവസത്തിനകമാണ് നിങ്ങൾ തിരിച്ച് ആ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്? ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, സംഘടന തീരുമാനമെടുത്ത ഏതൊരു സമയത്തും പെട്ടിമുറുക്കി പറയുന്ന സ്ഥലങ്ങളിൽ എല്ലാം യാത്ര ചെയ്ത് ഒരു മാസത്തിൽ 28 ദിവസവും ഈ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞാൻ നിന്നത് നിങ്ങൾ എനിക്ക് നൽകിയിട്ടുള്ള കരുത്തുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് താഴ്മയായിട്ടുള്ള അപേക്ഷ എന്ന് പറയുന്നത്, ചെറിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നമുക്ക് വിജയിച്ചാൽ പോരാ, മിനിമം 30,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇവിടെ നിന്ന് നമുക്ക് വിജയിക്കണം. അതിനുള്ള സ്ട്രാറ്റജിയാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്ന് മാത്രം സൂചന നൽകിക്കൊണ്ട് ഇന്ന് ഞാൻ എന്താണോ അതിന്റെ അപ്പുറത്തുള്ള പ്രവൃത്തി നാടിന് വേണ്ടി, നമുക്ക് വേണ്ടി ഒരുമിച്ച് ചെയ്യാം എന്ന വാക്ക് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം.